അപ്പൊ ഇപ്പൊ നമ്മൾ റെഡി ആയി നിൽക്കുന്നത് ഗുരുവായൂർ പോകാനായിട്ട്. അപ്പൊ നല്ല നേരത്തെയാണ് പോകുന്നത്. ഇപ്പൊ ഞാൻ 3:30 തന്നെ എണീറ്റ് കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അവളും അവിടെ നിന്ന് റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടു, ഇപ്പൊ സമയം 5 മണി ആയിട്ടുണ്ട്. നമ്മൾ റെഡി ആയി കഴിഞ്ഞ് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. അപ്പൊ ഈ കണ്ണാടിനെ കുറിച്ച് കുറെ പേര് പറഞ്ഞായിരുന്നു. നമ്മൾ വരുന്നതിന് മുമ്പേ ഇതിലിങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ലിപ്സ്റ്റിക്കും കാര്യങ്ങളും. നമ്മളിപ്പോ പോകുന്നത് അമ്പലത്തിലേക്കാണ്. പക്ഷെ ഇവിടുത്തെ ചന്ദ്രൻ വെക്കുന്നത് ഞാൻ എനിക്കറിയില്ല. ഇത് ഫ്ലാഷ് ഓണാണ്, എങ്ങനെ ഓഫ് ആക്കണമെന്ന് അറിയില്ല. മണ്ടത്തികളെ കണ്ടിട്ട് പലവിധം ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് വേണ്ട. സുന്ദരിയായിട്ട് കുറേ എനിക്കാണെങ്കിൽ കുറേ ഇതുണ്ട് കേട്ടോ, നെറ്റിയുണ്ട്. പക്ഷെ ചന്ദനം വെച്ചിട്ടില്ല. ഞാൻ അവിടെ പോയിട്ട് ചന്ദനം വെക്കത്തുള്ളൂ. ചൂട് കണ്ടോ. ഇപ്പോൾ സമയം 5:04. വിജനത വിജനതയിൽ അതെ. അപ്പൊ പറഞ്ഞ പോലെ തന്നെ വിജനമായ എടപ്പാളാണ്. 5 മണി സമയമാണ്. അപ്പൊ അവിടെ ഹോസ്റ്റലിൽ നല്ല ചൂടായിരുന്നു. ഇറങ്ങിയപ്പോൾ കുറച്ചൊരു തണുപ്പുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ റെസ്റ്റോറൻറ്റ് സൈഡ് വഴി കൂടെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ പറ്റിയില്ല. ഓടിപ്പിടിച്ച് നമ്മൾ എന്തായാലും ബസ്സിൽ കയറേണ്ട. ഒരു ആലപ്പുഴ വണ്ടിയാണ്, KSRTC ആണ്. ഇരിക്കാൻ സീറ്റും ഇല്ല. പിന്നെ അങ്ങനെ കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേനും കുന്നംകുളം എത്തിയിട്ട് അവിടെ നമ്മൾ ബസ് കയറിയിട്ടുണ്ട് കേട്ടോ. ഗുരുവായൂർ നമ്മൾ തനിച്ചിട്ട് ആദ്യമായിട്ടാണ് പോണത് കേട്ടോ. കാരണം മുന്നേ പോയതിൽ അറിയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, ശരണ്യ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് നമ്മൾ രണ്ടുപേരും കൂടെ മുന്നേ പോയ ഒരു എക്സ്പീരിയൻസിൽ പോയി. ഞാൻ പോയതൊക്കെ ഫുള്ള് ഫാമിലി ആയിട്ടാണ് പോയിട്ടില്ല. ഇങ്ങനെ ബസ്സിലൊന്നും ഞാൻ അങ്ങനെ പോയിട്ടില്ല ഗുരുവായൂർ. അപ്പൊ നമ്മളത് എന്തായാലും വായി തന്നെ വഴിയെന്ന് പറഞ്ഞിട്ട് ഇതാ ചാവക്കാട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബസ്സിൽ കയറി. ഗുരുവായൂർ എഴുതിയിട്ടുണ്ടായിരുന്നു, അതിൽ പോയി കയറി ഇങ്ങോട്ട് ഇരിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ ഇരുന്നിട്ടുണ്ട് കേട്ടോ ഡ്രൈവർ സീറ്റിന്റെ. പിന്നെ ഇതാ എനിക്ക് അവിടെ ഇരുന്നിട്ടും രാവിലെ കുളിച്ചതാണെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്, തംസപ്പ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് വലിയ കമ്മലൊക്കെ ഇട്ടുണ്ട്. അതിന്റെ ഒരു പട്ടിഷയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാ നമ്മള് ഒരു ഏകദേശം എവിടേക്കോ എത്തിയിട്ടാണ്. എനിക്ക് സ്ഥലത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയണത് ഗുരുവായൂർ മാത്രമാണ്. ചേട്ടൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞായിരുന്നു ഗുരുവായൂർ എത്തിയൊന്ന് പറയണേന്ന്. അപ്പൊ തന്നെ ഞാൻ ഷട്ടർ ഇങ്ങോട്ട് താഴ്ന്നിട്ടുണ്ട്. അപ്പൊ അവൾ എന്നെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ താഴ്ന്നു എന്ന് പറഞ്ഞാൽ അവൾക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതാ നമ്മൾ ഗുരുവായൂർ എത്തിയതിനെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിലൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ മുന്നിൽ കുറച്ച് പേര് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അവരെ പിന്നാലെ പിന്നെ ഞങ്ങൾ വഴി തെറ്റി പിന്നെ നേരെ അങ്ങോട്ട് പോയി. പിന്നെ മുല്ലപ്പൂ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അവൾക്ക് മുല്ലപ്പൂ ഞാൻ കുറച്ച് പൂ വെച്ചിട്ടില്ല, ഇവളെ കുറച്ചധികം പൂ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ലൈറ്റേ ഇല്ല. പിന്നെ നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 6:15 ആ ഒരു ടൈം ആകുമ്പോഴത്തേനും നമ്മളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം നമ്മൾ ക്യൂ നിന്നായിരുന്നു. പിന്നെ ഇതാ നമ്മളൊരു കല്യാണം കണ്ടായിരുന്നു കേട്ടോ. പ്രണയ സാഫല്യാണ് തോന്നുന്നു. ആ ചേച്ചിക്ക് എന്തും ഭയങ്കര സന്തോഷം. അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് നേരം അവിടെ നിന്നായിരുന്നു. അപ്പം മനസ്സിൽ ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ട് പിന്നെ ഈ മരം എല്ലാവർക്കും അറിയാമല്ലോ, ഫേമസ് ആയിട്ടുള്ളതാണല്ലോ. നമ്മൾ തൊഴാനുള്ള ക്യൂ ആണ് ഈ പോകുന്നത് കേട്ടോ. അപ്പം ഏകദേശം അതൊക്കെ കഴിഞ്ഞ് ദർശനമൊക്കെ കിട്ടിയ ഫോണൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചായിരുന്നു. ഇപ്പം നമ്മൾ നിൽക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മാമുണ്ണാനാണ് കേട്ടോ. കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, പന്നതാനം കഴിക്കാൻ അത് ഞാനാകെ ക്ഷീണിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ എനിക്ക് ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ കണ്ട എക്സ്പ്രഷനൊക്കെ ഇട്ട് മരിക്കുന്നുണ്ട് ഞാൻ. നിങ്ങൾ ഇത് കാണണം ഗൈസ്. ഞാൻ ഇവിടുന്ന് ഈ താഴെ അപ്പടന്ന് നമ്മളിങ്ങനെ ക്യൂ നിന്നിട്ടാണ് ഇവിടേക്ക് വന്നത്. ഇനിയും കഴിഞ്ഞിട്ടില്ല ക്യൂ. ഈ ലൈനിൽ കൂടെ പോയിട്ട് താഴെ ഇറങ്ങിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. പക്ഷെ അവിടെ പകുതി ആകുമ്പോഴത്തേനും ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ ആ ഒരു ടൈം ആകുമ്പോഴത്തേനും ഇവിടെ അത് ക്ലോസ് ഒക്കെ ഉണ്ടാകുന്ന അറിയില്ല. ഇവിടെ വെളിച്ചം താഴെ വെള്ളമായതുകൊണ്ട് അതാണ് നമുക്ക് ഈ സ്ക്രീനിൽ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. അല്ലാതെ പ്രേതവും പോകുന്നതൊന്നുമല്ല. മുകളിൽ മറ്റേ ഫാനില്ലേ, അതിൻ്റെ ഫാനൊക്കെ ഇറങ്ങുമ്പോഴുള്ള റിഫ്ലക്ഷനാണ് വെള്ളത്തിൻ്റെ. ഇപ്പം ഞാൻ ശരിക്കും ഒരു ആ ലുക്കായിട്ടുണ്ട്. പക്ഷെ ഫുള്ള് ചൂട് വന്നിരിക്കുകയാണേ. നമ്മളിവിടെ വന്ന് ബ്ലോക്കായി. അത് ക്ഷീണിച്ച് കഴിച്ച് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഉഴുന്നവട കഴിച്ചായിരുന്നു. വല്ലാണ്ട് അങ്ങോട്ട് കരിവാളിച്ച ഫുള്ളുണ്ട്. തലവേദന.
പിന്നെ ഇത് നമ്മള് അകത്തേക്ക് ഫുഡ് കഴിക്കാനുള്ള ആ ഒരു അവിടേക്ക് എത്തിയിട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷം, ലോകം കീഴടക്കുന്ന പോലെയൊക്കെ ഉണ്ട്. കാരണം അത്രയും വിശന്നിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ സദ്യ അതൊന്നും പറയാണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വീഡിയോ അലൗഡ് അല്ല, ഫോൺ യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ ഞാൻ പിന്നെ ഫോൺ എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിയായിരുന്നു കേട്ടോ. അതാ മൊത്തത്തിൽ നമ്മൾ വേർത്ത് കുളിച്ചിട്ടുണ്ട്. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടുന്ന് ഫ്രണ്ടിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ലൈറ്റ് ഇല്ലായിരുന്നു കേട്ടോ. കാരണം രാവിലെ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് തൊഴാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു. തിരിച്ചു വരുമ്പോഴാണെങ്കിൽ ലൈറ്റ് ഒക്കെ ഇല്ല. പിന്നെ നമ്മളാണെങ്കിൽ ഫുള്ളും ഡള്ളായിട്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഈ ഒരു അമ്മച്ചിയെ കണ്ടത് കേട്ടോ. അവൾ അവിടെ കൈ നോക്കിയായിരുന്നു. ഞാനും ജീവിതത്തിൽ ആദ്യമായിട്ട് കൈ കൂടെ നോക്കിയായിരുന്നു വീട്ടുകാരപ്പനാണ് അവിടെ കിട്ടുകയും ചെയ്തത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ബസ് കയറാനുള്ള സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെയിലാണ് മെയിൻ. എന്തോരം വെയിലായിരുന്നു എനിക്ക് അറിയുന്നില്ല. അത്രയും വെയിൽ എവിടെന്നാ വരുന്നത് ഇങ്ങനെ ചൂടടിക്കുന്നത്. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഒരു ചൂടായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ അത് കാര്യമാക്കിയില്ല. മൊത്തത്തിൽ കരിവാളിച്ചിട്ടുണ്ട് ടാൻ അടിച്ചിട്ട്. പിന്നെ നമ്മളെ ബസ്സിൽ കയറി കുന്നംകുളത്തേക്കാണ് ആദ്യം ബസ് കയറിയത്. സ്ട്രൈറ്റ് ബസ് ഇല്ലായിരുന്നു, പാലക്കാട് ബസ്സാണ്. അപ്പം എനിക്ക് തോന്നി നേരെ പാലക്കാട് പോയാലോ എന്നൊക്കെ. മുടിയൊക്കെ പൊക്കി കെട്ടി കമ്മലൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുന്നംകുളം എത്തി. അവിടെ നിന്ന് കുറച്ച് തിന്നാനൊക്കെ വാങ്ങി നമ്മളിപ്പോൾ അവിടെ തിന്നാൻ വാങ്ങിക്കാൻ വേണ്ടി പോകാം കേട്ടോ, കുർക്കുറി ലേസൊക്കെ. പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു KSRTC വന്നപ്പോൾ അതിലേക്ക് കയറി നേരെ ഹോസ്റ്റലിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് സീറ്റ് കിട്ടിയില്ല, എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ എടപ്പാൾ എത്തിയിട്ടുണ്ട്. ഇത്രത്തെ വീഡിയോ. താങ്ക് യു.